Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Lumina Techno Lab. Co-powered by Ahilya School of Engineering and Technology. Co-presents Academy for Professional Studies. This program is brought to you by Happy Gold. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേയുള്ളൂ: അഭിനയം. ഇന്നത്തെ ഫോക്കസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ ശ്രീ ഷബീർ അലിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ ആദ്യമായി ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന സമയത്ത് തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസ് പോലും പറഞ്ഞുകൊണ്ടാണ് അഡ്മിഷൻ എടുക്കാറുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു റിസൾട്ട് അത്രമാത്രം ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഏരിയ, എന്താണ് ഒരു സക്സസ് മന്ത്ര? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് വരിക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവർക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവരെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് അവർ ചെയ്യുന്ന ഒരു കാര്യം വളരെ എളുപ്പത്തിൽ കിട്ടുമെന്ന് അവരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അതിനകത്തേക്ക് അട്രാക്റ്റഡ് ആവുകയും ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. 2009 ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചൊരു കാര്യം, എന്ത് കോഴ്സാണെങ്കിലും, ഏത് ചെറിയ കോഴ്സാണെങ്കിലും വലിയ കോഴ്സാണെങ്കിലും അതിനൊക്കെ ഒരു പ്രോസസ്സിങ് ടൈം ഉണ്ടാവും, കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. നമ്മൾ പഠിപ്പിക്കുന്ന CA, CMA, CS, ACCA പോലെയുള്ള കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ ഒരു എളുപ്പത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ പാസ്സാവാനൊന്നും പറ്റുന്ന ഒരു കോഴ്സൊന്നുമല്ല. അപ്പോൾ ഒരു എൻക്വയറിക്ക് ഒരു കുട്ടി വന്നാൽ ആ കോഴ്സിനെ കുറിച്ച് പ്ലസും മൈനസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും അതിൻ്റെ എഫേർട്ട് ലെവലും ഒക്കെ കൃത്യമായിട്ട് കുട്ടിയെയും പാരൻറ്റിനെയും ബോധിപ്പിച്ചിട്ട് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് അന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. അത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ലെവലും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവിടെ കുട്ടികൾ വരുന്നുണ്ട്, അഡ്മിഷൻ എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നിലവിൽ ഇതുവരെ ഓൾ ഇന്ത്യ റാങ്ക് CMAൻ്റെ കാര്യത്തിന് എടുത്തു കഴിഞ്ഞാൽ 10ഓളം ഓൾ ഇന്ത്യ റാങ്കുകൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ 100-ലധികം CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇവിടുന്ന് പുറത്തിറക്കാൻ പറ്റി. അവർക്കൊക്കെ അത്യാവശ്യം നല്ല ജോലി കിട്ടി, അവരുടെ കുടുംബം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവർ ഫൈനാൻഷ്യലി സെറ്റിൽ ആവുന്ന രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന് വ്യക്തമായ പോളിസിയുണ്ട്. ഈ പോളിസിയിൽ 2 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഒന്ന്, ഒരു സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കാര്യം ഹൈ പ്രൈസ്ഡായിട്ട് ചെയ്യുന്ന പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ എല്ലാ കാര്യങ്ങളും കുട്ടികളെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൺവിൻസ് ചെയ്തുകൊണ്ട്, പറയാനുള്ള എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളെ ബോധിപ്പിച്ചുകൊണ്ട്, കുട്ടികളെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് തുടങ്ങി അന്ന് മുതൽ ഇത്രയും കാലം ഞങ്ങൾ ഫോളോ ചെയ്തു പോകുന്നത്. അതിനിടയിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫീൽഡിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഈ ഒരു പോളിസിയിൽ നിന്ന് വിട്ടു പോകരുത്. കാരണം നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രൊഫഷനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഓതൻറ്റിക് ആയിരിക്കണം. ആരെയും മിസ്ലീഡ് ചെയ്ത് ഒരു 2 രൂപ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ ഒരു വിഷനും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ യെസ്, ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ശ്രീ ഷബീർ അലിയാണ്. അദ്ദേഹത്തെ ആളുകൾക്കെല്ലാം ഫെമിലിയർ ആയിരിക്കും. കാരണം ഒരുപാട് വർഷമായി, ഏകദേശം 15ഓളം വർഷമായിട്ട് ഈ ഒരു ടാക്സ് ആൻഡ് ഇൻകം ടാക്സിലും അതുപോലെ GSTയിലും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എത്രത്തോളം ഈ കാലത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നറിയാം. അപ്പോൾ അദ്ദേഹത്തെ നമുക്കറിയാം, കമ്പനി സെക്രട്ടറിയാണ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്, 15 വർഷമായി ഈ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആൻഡ് ദെൻ APSൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നോർമലി നമുക്കറിയാം,
ഒരു 15 വർഷം ഉള്ള, ഇപ്പോൾ 15 വർഷമായി ഇതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 15 വർഷം ഉള്ളതിൽ നിന്ന് നമ്മൾ ഡിജിറ്റലൈസേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളൊരു ഡേ ടു ഡേ ലൈഫിനെ, നോർമൽ ലൈഫിലെ അത് ഏറ്റവും സാധാരണക്കാർക്ക് വരെ വളരെ ഡിഫറെൻ്റ് ആണ് ഒരു ലിവിങ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് GSTയിലും ഇൻകം ടാക്സിലൊക്കെ ഒരു 15 വർഷം കൊണ്ട് സാധാരണക്കാരന് ഉണ്ടായ ഒരു മാറ്റം എന്തായിരിക്കും? 15 വർഷം മുമ്പ് നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ചും GSTനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ വാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്ത് മാനുവലി പ്രോസസ്സ് ചെയ്ത് സർക്കാരിന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ടെക്നോളജി വല്ലാതെ ഡെവലപ്പായ സമയത്ത് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസേഷനായി. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നല്ലപോലെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ പല ഇടപാടുകളും നടത്തിയാലും നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും സർക്കാരിന് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും സർക്കാരിന് ഇതൊക്കെ പല സോഴ്സിൽ നിന്നായിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അതിനുള്ള നിയമവശങ്ങളും കൃത്യമായിട്ട് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ട്രാൻസാക്ഷനിൽ ഇടപെടുകയും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് ബാങ്കിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ടച്ചായി കഴിഞ്ഞാൽ അത് സർക്കാരിന് കിട്ടാൻ ഈസിയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ക്യാഷ് ഇടപാടുകളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓക്കെ, അതങ്ങനെ ഒരാൾ കൊടുത്തു, ഒരാൾ വാങ്ങി, അത് എവിടെ റെക്കോർഡൊന്നും ചെയ്യപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് ഈ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ചെയിനിൽ ഒരു ബാങ്കിലൊന്ന് പണം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓതൻറ്റിക് ഡോക്യുമെൻ്റായി. നാളെ നമുക്കത് കണ്ടിട്ടില്ല എന്നോ അത് നടന്നിട്ടില്ല എന്നോ ഒന്നും പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ പല ഇടപാടുകളും നടത്തി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കാതെയും നമ്മൾ GSTയിലൊന്നും പ്രോപ്പറായിട്ട് കണക്ക് കാണിക്കാതെയും പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് എന്ത് ചെയ്യും, മാറും എന്നുള്ളതാണ് സത്യം. APS എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ തീരുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത സെഗ്മെൻറ്റിൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേറാം മംസാറിലുള്ള ഹംറ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിലെ റൂബി ബ്യൂട്ടി ലേഡി സലൂണിലാണ്. ഏറ്റവും പുതുതായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇവരുടെ ഓഫേഴ്സും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കണ്ടറിയാം. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സലൂൺ തന്നെയാണിത്. വാക്സിങ്ങിന് വേണ്ടിയും ഫേഷ്യലിന് വേണ്ടിയും അതേപോലെ തന്നെ മസാജിങ്ങിന് വേണ്ടിയും ഒക്കെ സെപ്പറേറ്റ് റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ്. ത്രെഡിംഗ്, വാക്സിംഗ്, മാനിക്യൂർ, പെഡിക്യൂർ, ഹോട്ട് ഓയിൽ മസാജ്, അതേപോലെ ഹെയർ സർവീസസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് അത്യാകർഷകമായ പാക്കേജുകളാണ് ഇപ്പോൾ ഇവിടെ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും മസ്റ്റായും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സലൂൺ തന്നെയാണ് ഇത്. അപ്പോൾ ഇതാ നമ്മളോടൊപ്പം റൂബി ബ്യൂട്ടി ലേഡി സലൂൺ ദുബായിയുടെ ഓണേഴ്സായ ശ്രീ ടൈറ്റസ് ജോസഫ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രീമതി മിസ്സസ് ഷീബ ടൈറ്റസ്, രണ്ടുപേരും ജോയിൻ ചെയ്യുന്നുണ്ട്. വെൽക്കം ടു ദ ഷോ മാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു സ്ഥാപനം ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? എന്തായിരുന്നു ഇതിൻ്റെ ഒരു പ്രചോദനം ഇങ്ങനൊരു ലേഡി സലൂൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ചെറുപ്പം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ പഠിക്കണം എന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി. പക്ഷേ അതിനുള്ള ചാൻസ് അന്നത്തെ കാലത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ എന്നും പറഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ ഒന്ന് നമ്മുടെ സ്വന്തം ഓഫീസിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരെണ്ണം കിട്ടിയപ്പോൾ അങ്ങ് മേടിച്ചു. ഓക്കെ. പിന്നെ അച്ഛൻ്റെ ഒരു ഗിഫ്റ്റ് ആയെന്ന് പറയാം. ശരി. വൈഫിൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് സർ. എങ്ങനെ തോന്നുന്നു ഇപ്പോൾ? ഫസ്റ്റ് ഓഫ് ആൾ ദൈവത്തിന് നന്ദി. ഞാൻ ഇദ്ദേഹത്തെ കാണുന്ന അന്ന് മുതലേ ഇദ്ദേഹം ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോയി. എന്നാൽ ഇടയ്ക്ക് പലപ്പോഴും ശ്രമിച്ചായിരുന്നു, പിന്നെ നീട്ടിവെക്കുകയായിരുന്നു. ഇതെല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയും പോലെയാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു നിമിത്തം എന്ന് പറയാം. അപ്പോൾ എൻ്റെ പ്രസ്ഥാനത്തിനടുത്ത് തന്നെ ഇങ്ങനെ പ്രസ്ഥാനം വന്നു. ഇത് ഒരു ലോക്കൽ നടത്തിയിരുന്ന പ്രസ്ഥാനമാണ്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാനത് മേടിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു നിമിത്തമാണ്. അപ്പോൾ മനസ്സിൽ കണ്ടൊരു പിക്ചർ, നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെ വേണമെന്നൊരു പിക്ചറുണ്ടായിരുന്നു. അതിനടുപ്പിച്ചൊരു സ്ഥാപനം നമുക്ക് കിട്ടി. അപ്പോൾ അത് നമ്മളെടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹം ഞാൻ കണ്ട അന്ന് മുതൽ കേൾക്കുന്നൊരു ആഗ്രഹമാണ്. അത് നടത്തി കൊടുക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് 100 നന്ദി. ബാക്കി ബിസിനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ദുബൈയിൽ അധിക നാളായി.
ഞാനിപ്പോൾ കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പിംഗ്, ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അതിൽ കൂടുതൽ ഞാൻ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിലാണ്. ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ദുബൈയിൽ എവിടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ഉണ്ടോ അവിടെ സോണിയ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്. ഏത് ബിൽഡിങ്ങിലുണ്ടായാലും ഞാനവിടെ ഉണ്ട്. ഞാനല്ല, ഞങ്ങളുടെ കമ്പനി അവിടെ ഉണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ ബ്രാൻഡ്, ഞങ്ങളുടെ കമ്പനി ദുബൈയിൽ അറിയപ്പെടുന്നൊരു കമ്പനിയായിട്ട് മാറി. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്നൊരു അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനി ഭാവിയിലാണ് ഇപ്പോൾ ഈ ബ്യൂട്ടി പാർലർ എടുത്തേക്കുന്നു, പുതിയ വെഞ്ചറായിട്ട് എടുത്തേക്കുന്നു. കാര്യങ്ങൾ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ സ്ത്രീകളെ എല്ലാ ശ്രദ്ധയ്ക്ക്, കൂടുതൽ സുന്ദരിമാരാവാൻ വേണ്ടി നേരെ വരേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ മംസാറിലുള്ള ഹംറിയ ഷോപ്പിംഗ് കോംപ്ലക്സ്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ യൂണിയൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉള്ളിലാണ് റൂബി ബ്യൂട്ടി ലേഡീസ് സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. See you soon. Happy Land Amusement Park, Thiruvananthapuram. Sonia Plants and Flowers LLC, Dubai, UAE. One of the leading indoor plant suppliers in Dubai and over UAE. We are a fast-growing company, provides high-quality, real ornamental indoor and outdoor plants installations for high and low-profile business offices, residential, hotel, apartments and shopping malls. We organize flower deliveries worldwide. Sonia Plants and Flowers LLC, Dubai, UAE. Contact 0429711123. Ahlia, Kerala's largest EduHealth campus, offers various UG and PG courses. Ahlia, a place for quality learning. IG ട്രേഡ് എക്സലൻസ് അടുത്തറിയാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് IG ട്രേഡ് എക്സലൻസിൻ്റെ ഡയറക്ടർ മുഹമ്മദ് ഇർഷാദാണ്. അദ്ദേഹത്തെ നമുക്ക് ആദ്യം തന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഇപ്പം നമുക്കറിയാം, ട്രേഡിംഗ് എന്നുള്ളത് വളരെ ഫെമിലിയർ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഒരു 5 years മുമ്പ് പോലും അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു നമുക്ക് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ഒരു കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ഫാമിലിയിൽ പോലും. എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യത്തിലായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി ജേർണി? എങ്ങനെയാണ്? അല്ല, നമ്മൾ ചെറുപ്പം മുതലേ ഈ പേപ്പറിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സംഭവങ്ങൾ ഇതൊക്കെ എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അന്നും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നാട്ടിലിത് ഫെമിലിയർ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു. പുറത്ത് നമ്മൾ ഈ പേപ്പറിൽ വരുന്ന വാർത്ത കണ്ട് വേറെ ആളോട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 2020 ആയപ്പോൾ ഫുൾ ടൈം ട്രേഡിംഗ് എന്നുള്ള ലെവലിലേക്ക് എത്തിയത്. ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് വന്നപ്പോൾ പിന്നെ 2020 കൊറോണ സമയത്ത് തന്നെ ഞാൻ ദുബായിലേക്ക് പോയി. ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദുബായിൽ പിന്നെ ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് നീങ്ങി. അവിടുന്ന് കുറേ അവിടെയുള്ള കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ, അക്കൗണ്ട്സ് മീൻസ് ട്രേഡിങ്ങിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവരെ എക്സസ് ഫണ്ടുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ കിട്ടും. ആ സംഭവങ്ങളൊക്കെ കുറേ ചെയ്തു. അത്യാവശ്യം നല്ല ക്യാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ചിന്ത വന്നത്, നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ചിന്ത. നമ്മൾ ഒരു വേ ഓഫ് ട്രേഡിങ് കുറച്ച് ഡിഫറെൻ്റാണ്. എല്ലാവരും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റാണ്. ആ ലെവലിൽ ഞാൻ ചെയ്യുന്ന ട്രേഡിങ് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ള ലെവലിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എന്നാണ് നാട്ടിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ 1.5 വർഷം മുമ്പ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോർമലി കാണുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് IG ട്രേഡ് എക്സലൻസ് കുറച്ചൊരു വ്യത്യസ്തത, എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി, വേ ഓഫ് ട്രേഡിംഗ് വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റീസ്? അല്ല, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളെ വേ ഓഫ് ട്രേഡിംഗ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും 95% ആൾക്കാർക്കും അറിയാത്ത സംഭവം, അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുകയാണെങ്കിൽ. അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, ട്രേഡിംഗ് സൈക്കോളജി. അത് പഠിച്ചാലേ ട്രേഡ് ചെയ്യാൻ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ള ലെവലിലേക്ക് വരണമെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി പഠിക്കണം. ട്രേഡിംഗ് സൈക്കോളജി പഠിച്ച് ട്രേഡ് ചെയ്യുമ്പോഴേ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുള്ളൂ. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനാണ്
അതാണ് നമ്മളെ മെയിൻ മോട്ടീവ്. ഇപ്പോൾ തുടക്കം മുതൽ പറയുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ട്രേഡിംഗ് സൈക്കോളജി ആണെന്ന്. അപ്പോൾ എന്താണ് ഈ എക്സാക്ട് ട്രേഡിംഗ് സൈക്കോളജി? അല്ല, നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ വരുമ്പം ആൾക്ക് ആദ്യം വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് മൈൻഡ് സെറ്റാണ് വേണ്ടത്. അത് ആദ്യം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു എംപ്ലോയി മൈൻഡ് സെറ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വന്നിട്ട് അത് വർക്കൗട്ട് ആവില്ല. ട്രേഡ് ചെയ്യാൻ വരുമ്പം ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് വേണം, ഒരു ബില്യണർ മൈൻഡ് സെറ്റ് വേണം. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. അല്ല, അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞ സംഭവം. ഇമോഷണൽ കൺട്രോൾ നമുക്ക് മെയിൻലി ഒരു ബാലൻസ് കൊണ്ടുപോകാൻ പറ്റിയാലേ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട മെഡിറ്റേഷൻസ് സംഭവങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഒരു ബാക്കിൽ വരുന്ന സംഭവം. പിന്നെ ആ ഒരു മെഡിറ്റേഷൻ സംഭവങ്ങളും ഇതിൻ്റെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ചാർട്ട് തന്നെ നമുക്ക് മൈൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. IG ട്രേഡ് എക്സലൻസിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഗ്മെൻറ്റിൽ കാണും വരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? സോ റെഡി ആണെങ്കിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് കുറച്ച് പെൻഡൻസ് അല്ലെങ്കിൽ ലോക്കറ്റിൻ്റെ കളക്ഷൻസ് കാണാം. ഇവിടെ 300 മില്ലി തൊട്ട് നമുക്ക് ഇവിടെ പെൻഡൻസ് വരുന്നുണ്ട്. സോ ഇതിലെ ഓരോന്നും ഏതൊക്കെയാണ് നമുക്കൊന്ന് കാണാം അല്ലേ? അതെ, ഇത് 300 മില്ലിയിൽ വരുന്ന 350 മില്ലി തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള പെൻഡൻ്റാണ്. ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന, ഇതിലും ചെറുത് നൈസായിട്ടുള്ളതുണ്ട്. ഇതിൽ നമുക്ക് ചെറുതായിട്ടിരിക്കുന്നത് 350 മില്ലി തന്നെയുള്ള ഹാർട്ട് ഷേപ്പുള്ള. ഓക്കെ, അതെ. അപ്പോൾ ഇത് ഈ വലുതോ ഇത് നമുക്ക് തകിട് പിള്ളേർക്ക് ഇടുന്ന തകിട് കൂടുകൾ, അത് പിന്നെ റൗണ്ടിലുണ്ട് നമുക്ക്. പിന്നെ താലികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് ഈ ഒരു മോഡൽ? അതൊക്കെ ഗണപതി ഭഗവാന്മാരുടെയൊക്കെ ശ്രീകൃഷ്ണനുണ്ട്, ഗണപതി ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ കൃഷ്ണൻ്റെയൊക്കെ റൗണ്ടിലുള്ള ലോക്കറ്റുകളുണ്ട്. ഇനി കുറച്ച് ഹെവി ആയിട്ടുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ളതുണ്ട്. നമ്മളെ പണ്ടത്തെ മോഡൽ ചുട്ടി എന്ന് പറയുന്ന ചുട്ടിയും ചെയിനും വരുന്ന രീതിയിൽ. ഇത് 3 ഗ്രാമാണ് ഇത് വരുന്നത്. 3 ഗ്രാമിൽ ഇത് 4 ഗ്രാമിനടുത്തുണ്ട്. 3700 ഉണ്ട്. അപ്പോൾ ഈ ഏലസൊക്കെ 2 ഗ്രാമിൽ വരണം. 2 ഗ്രാം. അതെ അതെ. ഇത് ലെറ്റേഴ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ റൗണ്ടിൽ ലെറ്റേഴ്സ് തന്നെ ഉണ്ട്. പിന്നെ കുരിശിൻ്റെ ഉണ്ട്, അത് 1 ഗ്രാമിൻ്റെ ഉണ്ട്. 1 ഗ്രാമിൻ്റെ? അതെ അതെ, 1 ഗ്രാമിൻ്റെ ഉണ്ട്. ലെറ്റർ റൗണ്ട് ഷേപ്പിൽ ലെറ്റേഴ്സ് വരണതുണ്ട്. ഇപ്പം ആൻകറായിട്ട് ഇപ്പം പുതിയ ആൻകർ മോഡൽ ഓക്കെ അതുണ്ട്. പിന്നെ ഇവിടെ തീരെ നൈസായിട്ടുള്ള കുരിശിൻ്റെ മോഡലുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? ഈ മോഡലൊക്കെ 500 മില്ലി. 500 മില്ലി ഒക്കെ ഉള്ളൂ. അതെ അതെ, 500 മില്ലിയുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ക്രിസ്തുവിനെ വരുന്ന രീതിയിലുള്ളത് 1 ഗ്രാമിലുള്ള 1 ഗ്രാമാണ്. ഇതിങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യിച്ചെടുത്തേക്കുന്നതാണിത്. ഓക്കെ. ഈ ലെറ്റേഴ്സ് തന്നെയൊക്കെ എത്ര ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം? അത് 1 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ചെറിയ ഈ ഒരു തകിട് അല്ലേ? തകിട്. അതെ അതെ, ഇതൊക്കെ 1 ഗ്രാമിൻ്റെയാണ്. ഓക്കെ. സോ നമ്മളിപ്പോൾ കുറച്ച് അധികം പെൻഡൻസ് ഒക്കെ കണ്ടല്ലേ? ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടു അല്ലേ, പരിചയപ്പെട്ടു. സോ ഇനി അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് കുറച്ച് ഏറെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ബൈ. Sonia Plants and Flowers LLC, Dubai, UAE. One of the leading indoor plant suppliers in Dubai and over UAE. We are a fast-growing company, provides high-quality, real ornamental indoor and outdoor plants installations for high and low-profile business offices, residential, hotel, apartments and shopping malls. We organize flower deliveries worldwide.
Sonia Plants and Flowers LLC, Dubai, UAE. Contact 0429711123. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, ഒരുപാട് റൈഡ്സ് ഉണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ ഹാപ്പി ആയിട്ട് മറ്റൊന്നും ആലോചിക്കാതെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ട്. അവരെന്ത് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹായ്, എവിടെ ചാടി പോകുന്നു ചേർന്നൊക്കെ? ഒരു ഹായ് പറഞ്ഞ എല്ലാവരും. ശക്തി പോരാ. കൊല്ലം. ആസിഫ്. എന്ത് ചെയ്യുന്നു? 10th കഴിഞ്ഞു. ഫൈസൽ. ഞാൻ ഇപ്പോൾ ടൈറ്റാനിയത്തിൽ വർക്ക് ചെയ്യാം. ഷബിന. 7th ക്ലാസ് 7. ഹസീന ഹൗസ് വൈഫാണ്. മുതല, പാമ്പ്, കടുവെന്ന് അച്ഛത്തൊരു സാധനം ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചുമന്നല്ലാതെ ലൈറ്റ് എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല. ഞാൻ കണ്ടില്ല. ഹൈദരലി. നിച്ചു. 9th. ഷിബിന 8th. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയാണോ? ഒരു ഫാമിലിയാണ്. ആദ്യമായിട്ടാണോ വരുന്നത്? ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വന്നതേ ഉള്ളൂ. ഏതിലൊക്കെ പോയി? ഇപ്പോൾ പോയില്ല. ഇങ്ങോട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അല്ലേ? സ്പെയർ ഡ്രസ്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ റെഡിയായി തന്നെ വന്നിരിക്കുകയാണ് അല്ലേ? ശരി. അപ്പോൾ വെക്കേഷൻ ടൈം അല്ലേ, വേറെ എന്തൊക്കെയാ പരിപാടി? സുഖം തന്നെ. ഇവിടൊക്കെ വന്ന് ഇറങ്ങി വന്നാണല്ലേ. മുഹമ്മദ് അലി. 6th. ഓക്കെ. ഏതിലൊക്കെ പോയപ്പോ? വലിയ കുഴപ്പമൊന്നുമില്ല. പേടിച്ചാ? സത്യം പറ, പേടിച്ച? ഒന്നുമില്ല. ശരി. ഫിലിംസ് ഒക്കെ കാണാറുണ്ടോ? അവസാനം എല്ലാ പടവും കണ്ട്. ആവേശം അവസാനം കണ്ടു. ഞാൻ ആവേശം കണ്ടു. ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം അല്ലേ? വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി എന്താ? പോലീസ്. പിന്നെ അല്ലേ? പട്ടാളം. എന്താ പറഞ്ഞു? വെച്ചടി കയറ്റം. കുസൃതി. കിട്ടിയോ? അയ്യോ, ഒരു രക്ഷയില്ല. ഇവിടെ ചുറ്റിനൊക്കെ ഒന്ന് നോക്കിയ പ്രകൃതി സംബന്ധിച്ച ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ്. ക്ലൂ ആണ്. കയറ്റം. ഇതിപ്പോൾ ഞാൻ തന്നെ ഗിഫ്റ്റ് മേടിച്ച് പോകേണ്ടി വരുമോ? ഗിഫ്റ്റ് ചുമ്മാ കിട്ടത്തില്ല. കൊള്ളാലോ, ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് ഈ പണി ഞാനെങ്കിൽ നിർത്താം. ആരും പറയുന്നില്ല. അപ്പോൾ ഉത്തരം ഞാൻ പറയട്ടെ? അടി കിട്ടുമെന്ന് തോന്നുന്നു. തെങ്ങ് കയറ്റം. അതാണ്. അപ്പൊ അതായിരുന്നു കുസൃതി ചോദ്യം. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇല്ല, പോയിക്കോളന്ന്. ഗിഫ്റ്റ് ഒന്നുമില്ല. ഒരു പാട്ട് പാടി തരാം. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ട് നെഞ്ചിൽ
കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്, പറയാനായി പലതും കാത്തുവെച്ചതെല്ലാം. എൻ്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു. നിന്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു. താങ്ക് യു. വെരി ഗുഡ്, അസലായി പാടിട്ടോ. അപ്പോൾ ഒരു ഗിഫ്റ്റ് തന്നേ പറ്റൂ. വേണോ? അയ്യടാ. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ. ഇന്നത്തെ ഫോക്കസിൻ്റെ എല്ലാ സെഗ്മെൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരേക്കും ബൈ ഫ്രം അഞ്ജു ശ്രീകണ്ഠൻ. ഫോക്കസ് presented by Happy Land Amusement Park, തിരുവനന്തപുരം. Powered by Lumina Technolab. Co-powered by Ahilya School of Engineering and Technology. Co-presents Academy for Professional Studies. This program is brought to you by Happy Gold.